വിമതർ മൂഴിക്കുളം പള്ളിയും പൂട്ടിച്ചു. ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ ഡിസ്പെൻസേഷനുമായി വന്നിട്ടും പോതുവേലി അച്ഛനെ പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ ഒരു വിഭാഗം. രൂപതാധ്യക്ഷന്റെ നിയമന ഉത്തരവനുസരിച്ച് ചാർജ് എടുക്കാൻ വരുന്ന വൈദികന് ഒരിക്കലും അഭിമുഖീകരിക്കാൻ പാടില്ലാത്ത അനിഷ്ട സംഭവങ്ങളാണ് മൂഴിക്കുളത്ത് ഇന്ന് അരങ്ങേറിയത്. ഇടവകയിലെ ഒരു വിഭാഗം ജനമാണ് ചില തൽപര കക്ഷികളുടെ ഒത്താശയോടെ അച്ഛനെ അകത്ത് പ്രവേശിപ്പിക്കാതെ തടഞ്ഞത്. പൂർണ്ണമായി ജനാഭിമുഖ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂഴിക്കുളം ഫൊറോന പള്ളിയിൽ ഏകീകൃത കുർബാനയിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ജനങ്ങൾക്കുണ്ടായേക്കാവുന്ന മാനസിക ബുദ്ധിമുട്ട് പരിഗണിച്ച് നിയമാനുസൃതമായി ജനാഭിമുഖ കുർബാന തൽക്കാലം അർപ്പിക്കുവാനുള്ള ഡിസ്പെൻസേഷൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററിൽ നിന്നും വാങ്ങിയാണ് പോതുവേലിയച്ഛൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:45 മൂഴിക്കുളത്തെത്തിയത്. ഇക്കാര്യം മുൻകൂട്ടി തന്നെ ഇടവകയിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ഈസ്റ്റർ വരെയാണ് ഡിസ്പെൻസേഷന്റെ കാലാവധി. മൂഴിക്കുളം ഇടവകാംഗങ്ങളടക്കം അച്ഛനെ അനുകൂലിക്കുന്നവർ പോതുവേലിയച്ഛനെ സ്വീകരിക്കാൻ എത്തിയിരുന്നുവെങ്കിലും അച്ഛനടക്കം ആർക്കും അകത്ത് പ്രവേശിക്കാൻ ആയില്ല. തുടർന്ന് പള്ളി കൈക്കാരന്മാരുമായി പോതുവേലിയച്ഛൻ സംസാരിച്ചെങ്കിലും തങ്ങൾ പൊതുയോഗം കൂടി തീരുമാനമെടുത്തതാണെന്നും അച്ഛനെ അകത്ത് പ്രവേശിപ്പിക്കുകയില്ല എന്നും അവരറിയിക്കുകയായിരുന്നു. ദേവാലയത്തിന്റെ ഗേറ്റിന് പുറത്ത് തന്റെ നിയമന പത്രിക വായിച്ച പോതുവേലിയച്ഛൻ തുടർന്ന് രൂപതാധ്യക്ഷന്റെ അനുവാദമില്ലാതെ ദേവാലയത്തിൽ കുർബാന പാടില്ല എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇവിടെ പിതാവിന്റെ അതിരൂപതാധ്യക്ഷന്റെ അനുമതിയില്ലാതെ ഒരു അച്ഛന് കുർബാന ചെല്ലാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിനെ തടയാനായി ബസിലിക്കയ്ക്ക് അകത്ത് ഗുണ്ടകളടക്കമുള്ളവരെ അണിനിരത്തിയ അതേ തന്ത്രം തന്നെയാണ് മൂഴിക്കുളം ഫൊറോന വികാരിയായി സ്ഥാനമേൽക്കാനായി വന്ന പോതുവേലി അച്ഛനെതിരെയും പ്രയോഗിച്ചത്. ബസിലിക്കയുടെ ഗേറ്റ് നേരത്തെ തന്നെ അടച്ചിട്ട് ദേവാലയമുറ്റത്ത് അസഭ്യവാക്കുകളും കൂക്കുവിളികളുമായി നിലയുറപ്പിച്ചതുപോലെ മൂഴിക്കുളം പള്ളിയിൽ പോതുവേലിയച്ഛനെ തടയാനായി വരുന്നവരെ അകത്ത് കയറ്റി കഞ്ഞിയടക്കം നേരത്തെ തയ്യാറാക്കി പള്ളിയുടെ ഗേറ്റ് പൂട്ടിയിടുകയായിരുന്നു. വളരെ ആസൂത്രിതമായാണ് ചിലർ ഒരു വിഭാഗം ജനത്തെ പോതുവേലിയച്ഛന് എതിരാക്കുന്നത്. സ്ഥലം മാറിപ്പോയ വികാരിയും AMT നേതാക്കളുമാണ് ഇതിന് പിന്നിലെന്ന് പലരും സംശയിക്കുന്നു. ബസിലിക്കയിൽ അവഹേളനപരമായി കലുഷിതാന്തരീക്ഷത്തിൽ അനുവാദമില്ലാതെ ഒരു കൂട്ടം വൈദികർ പരിശുദ്ധ കുർബാനയെ സമരായുധമാക്കി 16 മണിക്കൂർ റിലേ കുർബാന നടത്തുകയും അതേ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കൊടുവിൽ സെന്റ് മേരീസ് ബസിലിക്ക അടച്ചിടേണ്ടി വരികയുമായിരുന്നു. അന്ന് ബസിലിക്കയിലെ കുർബാനയർപ്പണത്തെ പോതുവേലിയച്ഛൻ തടയുകയല്ല, മറിച്ച് ബസിലിക്കയുടെ അധികാരിയായ പോതുവേലിയച്ഛനെ കുർബാന അർപ്പിക്കുന്നതിൽ നിന്നും ഒരു വിഭാഗം വൈദികർ ബലിപീഠം കൈയടക്കി തടയുകയായിരുന്നു. എന്നാൽ ബസിലിക്കയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിത്തം അവർ മനഃപൂർവ്വം പോതുവേലിയച്ഛനിൽ ആരോപിക്കുകയും അത്തരത്തിൽ പ്രചരണം നടത്തുകയുമായിരുന്നു. ഇതാണ് ഒരു വിഭാഗം ജനത്തെ അച്ഛനെതിരാക്കുവാൻ ചിലർക്ക് സാധിച്ചത്. പോതുവേലിയച്ഛൻ ഇപ്പോഴും മൂഴിക്കുളം പള്ളിയിൽ ഡിസ്പെൻസേഷനോടുകൂടി ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ തയ്യാറാണ്. എന്നാൽ അച്ഛനോ അച്ഛൻ അനുവദിക്കുന്ന വൈദികർക്കോ അല്ലാതെ മറ്റാർക്കും അവിടെ കുർബാന അർപ്പിക്കാൻ അനുവാദമില്ലെന്ന് അതിരൂപതാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മൂഴിക്കുളം പള്ളി പൂട്ടിയത് പോതുവേലിയച്ഛനല്ല, മറിച്ച് തങ്ങളുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ച ഇടവകയിലെ ഒരു വിഭാഗവും ബാഹ്യശക്തികളുമാണ്. ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ തയ്യാറായി വന്ന വൈദികനെ ജനാഭിമുഖ കുർബാനവാദികൾ തന്നെ തടഞ്ഞെങ്കിൽ ഒരു കാര്യം വ്യക്തം, കുർബാനയല്ല ഇവരുടെ പ്രശ്നം.